ഇനി അടുത്ത ഫേസിലേക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അടുത്ത ഫേസ് ഏറ്റവും ലാസ്റ്റത്തെ ഫേസ് ആയിട്ടുള്ള കോഡ് ജനറേഷൻ. നമ്മുടെ കമ്പൈലറിൽ ഏറ്റവും ഫൈനൽ ഫേസാണ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഇൻപുട്ടായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനും ഔട്ട്പുട്ടായിട്ട് ടാർഗറ്റ് പ്രോഗ്രാമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ടിങ് മുതലുള്ള ഫിഗറിന് പറയുന്നത്. അതായത് ആദ്യം സോഴ്സ് പ്രോഗ്രാം ഉണ്ട്, അത് ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഈ എറേഴ്സൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് കളയുന്നതാണ്. ലെക്സിക്കൽ എറേഴ്സ്, സിൻടാക്സ് എറേഴ്സ്, സെമാൻറ്റിക് എറേഴ്സ് അങ്ങനെ ചെയ്ത് കഴിയുന്ന സാധനത്തിനാണ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അതിന് ഇൻ്റർമീഡിയറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. അത് കോഡ് ഒപ്റ്റിമൈസറിലേക്ക് പോയിട്ട് അത് ഒപ്റ്റിമൈസേഷൻ ആക്കും, എഫിഷ്യൻസി കൂട്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്യും. അതിനുശേഷം കോഡ് ജനറേറ്ററിലേക്ക് പോവും. അവിടെ നിന്നാണ് നമുക്ക് ടാർഗറ്റ് കോഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 3 കേസിൽ നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്? സിമ്പിൾ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിൻ്റെയും ഓരോ ഇൻസ്ട്രക്ഷൻസും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സും എന്തിനാണ് റെഫർ ചെയ്യണതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾ ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഡ് ജനറേറ്ററിൻ്റെ ഡിസൈനിലുള്ള ഇഷ്യൂസാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് കോഡ് ജനറേറ്റർ, പിന്നെ ടാർഗറ്റ് പ്രോഗ്രാം, മെമ്മറി മാനേജ്മെൻറ്റ്, ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ, രജിസ്റ്റർ അലോക്കേഷൻ, പിന്നെ ഇവാലുവേഷൻ ഓർഡർ. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഇൻപുട്ട് ടു കോഡ് ജനറേറ്ററാണ്. അപ്പോൾ ഇൻപുട്ട് കോഡ് ജനറേറ്ററിൽ എന്തൊക്കെയാണ് വരുന്നത്? അതിൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് കാണും, അതുപോലെ തന്നെ സിമ്പിൾ ടേബിളിലുള്ള ഇൻഫർമേഷൻസ് കാണും. അങ്ങനെ 2 കാര്യങ്ങളാണ് ഇൻപുട്ട് കോഡ് ജനറേറ്റർ ഉണ്ടായിരിക്കുക. ഏതൊക്കെയാണ്? ഒന്ന് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ, പിന്നെ ഇൻഫർമേഷൻസ് ഫ്രം സിമ്പിൾ ടേബിൾ. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻസ് നമുക്ക് ഏതൊക്കെ ടൈപ്പ് വരാം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എല്ലാ റെപ്രസെൻറ്റേഷൻസും വരാം. അതായത് ഇപ്പോൾ പാർസ് ട്രീ വരാം, അതുപോലെ തന്നെ സിൻടാക്സ് ട്രീസ് വരാം, ഡാഗ് വരാം, അതുപോലെ തന്നെ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ വരാം, അഡ്രസ് റെപ്രസെൻറ്റേഷൻ വരാം, ഏത് റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ വരാം. അപ്പോൾ അതാണ് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഡ് ജനറേഷൻ ഫേസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന കോഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ ഓഫ് എറേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻപുട്ട് ടു കോഡ് ജനറേറ്റർ. ഞാൻ അടുത്തെന്ന് പറയുന്നത് ടാർഗറ്റ് പ്രോഗ്രാംസ് ആണ്. ടാർഗറ്റ് പ്രോഗ്രാം നമ്മൾ പറഞ്ഞു, അതിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്? ടാർഗറ്റ് കോഡായിരിക്കും. അത് നമുക്ക് പല ലാംഗ്വേജിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ടാർഗറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ ആ ടാർഗറ്റ് പ്രോഗ്രാം നമുക്ക് പല ലാംഗ്വേജസ് കാണും. ഒന്നെന്ന് പറയുന്നത് ഒന്നുകിൽ ആബ്സല്യൂട്ട് മെഷീൻ ലാംഗ്വേജ് ആണെങ്കിൽ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ആയിരിക്കും. അപ്പോൾ ഈ മെഷീൻ ലാംഗ്വേജിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് നമുക്ക് മെമ്മറിയിൽ ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇടാൻ പറ്റും. അതായത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് ടാർഗറ്റ് കോഡ് കിട്ടുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ മെമ്മറിയിൽ ഇടാൻ പറ്റും. ഓക്കെ, ഈ അസംബ്ലി ലാംഗ്വേജാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ, ടാർഗറ്റ് കോഡ് കിട്ടുന്നതെങ്കിൽ, നമുക്ക് ആ പ്രോഗ്രാംസിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് കമ്പൈൽ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്കിനി പഠിക്കാനുള്ളത് ടാർഗറ്റ് മെഷീൻ ആർക്കിടെക്ചേഴ്സ് ആണ്. ഏതൊക്കെയാണ് ടാർഗറ്റ് മെഷീൻ ആർക്കിടെക്ചേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് പറയുന്നത് RISC എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. CISC എന്ന് പറയുന്നത് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അങ്ങനെ 2 ടാർഗറ്റ് മെഷീൻ ആർക്കിടെക്ചേഴ്സ് ആണുള്ളത്. അപ്പോൾ RISC മെഷീനിൽ നമുക്ക് രജിസ്റ്റേഴ്സ് കാണും, അതുപോലെ തന്നെ 3 അഡ്രസ് ഇൻസ്ട്രക്ഷൻസ് കാണും, അഡ്രസ്സിങ് മോഡ്സ് കാണും. CISC മെഷീൻ ആർക്കിടെക്ചറിൽ നമുക്ക് എന്താ കാണും? രജിസ്റ്റേഴ്സ് കാണും, 2 അഡ്രസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാണും. അപ്പോൾ MISCയും CISC എന്ന് പറയുന്നത് ടാർഗറ്റ് മെഷീൻ ആർക്കിടെക്ചറാണ്. അടുത്തെന്ന് പറയുന്നത് സ്റ്റാക്ക് ബേസ്ഡ് മെഷീനാണ്. എന്താണ് സ്റ്റാക്ക് ബേസ്ഡ് മെഷീൻ എന്ന് പറയുന്നത്? അതായത് ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ആദ്യം ഓപ്പറൻസ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും, എന്നിട്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ് ഓപ്പറേഷൻസൊക്കെ നടത്തുന്നത്. അപ്പോൾ ഈ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ എന്താണ്? അത് രജിസ്റ്റേഴ്സ്, ആ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിന് മുകളിൽ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസൊക്കെ ചെയ്യുന്നത്. ഇനി അടുത്തെന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെൻ്റ് ആണ്. മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാപ്പിംഗ് ഓഫ് വേരിയബിൾ നെയിംസ് ടു അഡ്രസ്. അതായത് വേരിയബിൾ നെയിംസിനെ അതിൻ്റേതായിട്ടുള്ള അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യുന്നതിനാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാരാ ചെയ്യുന്നത്? ഫ്രണ്ട് എൻഡും അതുപോലെ തന്നെ കോഡ് ജനറേറ്ററും കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്, ആ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആവശ്യം വരുന്നുണ്ട്? നെയിം വേണം, വിഡ്ത്ത് വേണം. അപ്പോൾ ഈ രണ്ടും നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? സിമ്പിൾ ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മൾ ആദ്യം മുതൽ തന്നെ എല്ലാ ഫേസിലും സിമ്പിൾ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ
അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നെയിമും വിഡ്ത്തും കിട്ടുന്നത്. വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ആ സംഭവം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഓഫ് സ്റ്റോറേജ് ആണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെമ്മറി മാനേജ്മെൻറ്റിൽ 3 അഡ്രസ് കോഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അഡ്രസ്സായിട്ടും ഇൻസ്ട്രക്ഷൻസായിട്ടും 3 അഡ്രസ് കോഡ് അഡ്രസ്സസായിട്ടും ഇൻസ്ട്രക്ഷൻസായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു കോഡ് ജനറേറ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ കോഡ് സീക്വൻസിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് അതാണ് കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ പറഞ്ഞു നേരത്തെ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട്, അതുപോലെ സിമ്പിൾ ടേബിൾ ഇൻഫർമേഷൻ ഉണ്ട്. അതിൽ ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷനെ കോഡ് സീക്വൻസിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുന്നത് കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റി, ആ മാപ്പിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണുള്ളത്. ഒന്ന് പറയുന്നത് ലെവൽ ഓഫ് IR എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് റെപ്രസെൻറ്റേഷൻ, അത് കഴിഞ്ഞിട്ട് നേച്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ, പിന്നെ ഡിസൈഡ് ക്വാളിറ്റി ഓഫ് ജനറേറ്റഡ് കോഡ്. ഓക്കെ, അപ്പോൾ ഈ 3 ഫാക്ടേഴ്സാണ് ഈ മാപ്പിങ്ങിന്, അതായത് ഇൻസ്ട്രക്ഷൻ സെലക്ഷൻ്റെ മാപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ IR അതായത് ഇൻസ്ട്രക്ഷൻ റെപ്രസെൻറ്റേഷൻ ഹൈ ലെവലാണെങ്കിൽ എന്ത് ചെയ്യും, IR സ്റ്റേറ്റ്മെൻറ്റിനെ സീക്വൻസ് ഓഫ് മെഷീൻ ഇൻസ്ട്രക്ഷൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അതായത് IR ഹൈ ലെവലാണെങ്കിൽ എന്ത് ചെയ്യും, IR സ്റ്റേറ്റ്മെൻറ്റ് എന്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും, മെഷീൻ ഇൻസ്ട്രക്ഷൻസിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇനി IR ലോ ലെവലാണെങ്കിൽ എന്ത് ചെയ്യും, കോഡ് ജനറേറ്റർ ഒന്നും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഡ് സീക്വൻസ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും.